ഹായ്, ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് എങ്ങനെ സേമിയ പായസം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് കവർ പാലാണ്. 1 ലിറ്റർ പാലിന് 1 ലിറ്റർ വെള്ളം ചേർത്തിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പായസത്തിന് ചൗവരി അല്ലെങ്കിൽ സാബുദാന കൂടി ഞാനിന്ന് ചേർക്കുന്നുണ്ട്. അതുകൊണ്ടാണ് 1 ലിറ്റർ പാലിന് 1 ലിറ്റർ വെള്ളം ചേർത്തത്. അല്ലെങ്കിൽ അത് പെട്ടെന്ന് കുറുകിപ്പോകാൻ സാധ്യതയുണ്ട്. പിന്നെ ഇത് പായസത്തിൻ്റെ കൂടെ കേക്കിൻ്റെയൊക്കെ കൂടെ ചേർക്കുന്ന ഒരു കായാണ്. അതിൻ്റെ പേര് എനിക്കറിയില്ല. ഇവിടെ അതിൻ്റെ മരം ഉണ്ട്. അത് മരത്തിൽ നിന്ന് കാ പൊട്ടിച്ചെടുത്ത് ഇതുപോലെ കടകളിൽ വിൽക്കപ്പെടും. അവിടുന്ന് ഞാൻ വാങ്ങിച്ചതാണ്. അതിൻ്റെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ. പാൽ നല്ലവണ്ണം തിളച്ചതിന് ശേഷം 2 സ്പൂൺ ചൗവരി ചേർത്ത് കൊടുക്കുക. ചൗവരി നല്ലവണ്ണം കഴുകിയതിന് ശേഷം വേണം പാലിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഇനി അത് പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ അത് അടിയിൽ പറ്റുന്നതായിരിക്കും. അതിനുശേഷം അതിനോടൊപ്പം നമുക്ക് ഏലക്ക പൊടിച്ചതുകൂടി ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 4 ഏലക്ക പൊടിച്ചതാണ് തോടോടൊപ്പമാണ് ചേർത്തിരിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ ഞാൻ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം കുറച്ച് പഞ്ചസാര ഇട്ട് നമുക്ക് പാല്, ചൗവരി, ഏലക്ക എല്ലാം കൂടി നല്ലവണ്ണം വേവിച്ചെടുക്കണം. പിന്നെ അതിന് മധുരം ഉണ്ടോ ഇല്ലോ നോക്കിയിട്ട് ബാക്കി പഞ്ചസാര കൂടി ആവശ്യത്തിന് പഞ്ചസാര കൂടി ആഡ് ചെയ്യാവുന്നതാണ്. ഇനിയും നമുക്ക് പായസത്തിന് വേണ്ടുന്ന ചേരുവകളെല്ലാം കൂടി നെയ്ക്കകത്ത് വറുത്തെടുക്കണം. ആദ്യം നമുക്ക് കശുവണ്ടി, മുന്തിരിങ്ങ, അതിനോടൊപ്പം ഞാൻ എടുത്തിരിക്കുന്ന ആ കായ കൂടി ചേർത്ത് വറുത്ത് മാറ്റി വെക്കാം. ഈ കായ ഞാൻ ഇതുവരെ നാട്ടിൽ കണ്ടിട്ടില്ല. അതുകൊണ്ട് എനിക്ക് പേരും അറിയില്ല. എന്തായാലും അത് നല്ല ടേസ്റ്റുള്ള ഒരു കായാണ്. കായെന്ന് പറയുമ്പോൾ കായയുടെ അകത്തെ അരിയാണ് ഇത്. അത് കാ പൊട്ടിച്ചെടുക്കുമ്പോൾ കിട്ടുന്ന ഒന്നാണിത്. ഇനി നമുക്ക് ഇതുപോലെ മൂത്ത് വരുമ്പോൾ ഇത് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് വറുക്കാത്ത സേമിയാണ്. അത് നമുക്ക് നെയ്യിൽ വറുത്തെടുക്കണം. ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ അത് നെയ്യിൽ നമുക്ക് വറുത്തെടുക്കാം. ഇനി നമ്മൾ വറുത്ത സേമിയ തിളച്ചുകൊണ്ടിരിക്കുന്ന പാലിലേക്ക് ചേർത്ത് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. ഇനിയും ഇത് കുറുകി വരുന്നത് വരെ നമ്മൾ കണ്ടിന്യൂ ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ പാല് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇതുപോലെ പാലും സേമിയയും എല്ലാം കുറുകി വരുമ്പോൾ നമ്മൾ വറുത്ത് വെച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് ഇളക്കി ചെറു തീയിൽ ഒന്നുകൂടി ഇളക്കി കൊടുത്ത് പിന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം, കമൻറ്റുകൾ ചെയ്യണം. തീർച്ചയായിട്ടും ഇനിയും ചെറിയ ചെറിയ വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും.